നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം നേടാനുള്ള താൽപര്യം യുക്രൈൻ മറക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച യുഎസ് സന്ദർശിക്കാനിരിക്കെയാണ് നിലപാട് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും അതിനാൽ നാറ്റോ അംഗത്വം യുക്രൈൻ മറക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എത്രയും വേഗം നേരിട്ട് സംസാരിക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ആവശ്യപ്പെടുമെന്ന് വിശദീകരിക്കുവാൻ ട്രംപ് തയ്യാറായില്ല. അതേസമയം സമാധാന ഉടമ്പടിക്ക് ശക്തമായ സുരക്ഷാ പിന്തുണ ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ സെലൻസ്കിക്ക് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്നും സെലൻസ്കി ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പ്രാധാന്യമുള്ള കാര്യമല്ലെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാനുള്ള അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കത്തിൽ പ്രതിഷേധം പരസ്യമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതിനിടെ ഡോസിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളെ പിന്താങ്ങിയ മസ്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ യുഎസ് പാപ്പരാകുമെന്നും പറഞ്ഞു. ഒരു രാജ്യമെന്ന നിലയിൽ യുഎസിന് $2 ട്രില്യൺ കമ്മി നിലനിർത്തുവാൻ കഴിയില്ല. ട്രില്യൺ ഡോളറുകളുടെ കമ്മി ഈ സാമ്പത്തിക വർഷത്തോടെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം $4 ബില്യൺ ലാഭിക്കണം. നമുക്കത് ചെയ്യുവാൻ കഴിയുമെന്നും നമ്മളത് ചെയ്യുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു.